കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. കർത്താവിൽ പ്രിയരെ, ഈ പ്രത്യേക ധ്യാന ചിന്തകളിലൂടെ ഈ ദിവസങ്ങളിലൂടെ നാം സഞ്ചരിക്കുകയാണ്. നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ പരിശോധനയുടെയും സമർപ്പണത്തിന്റെയും ദിവസങ്ങളാകുന്നു ഈ പ്രത്യേക ധ്യാന ചിന്ത എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഒരുപക്ഷെ ദൈവത്തോട് ചേർന്നിരിക്കുവാൻ, ദൈവിക സ്നേഹത്തിന്റെയും ദൈവ കരുതലിന്റെയും അനുഭവങ്ങളിൽ ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കുവാനുള്ള നല്ല ദിവസങ്ങളും നല്ല സമയങ്ങളുമാകുന്നു ഈ പ്രത്യേക ധ്യാനമെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ജീവിതത്തിന്റെ പലയിടങ്ങളിലൂടെ നാം യാത്ര ചെയ്യുമ്പോൾ ഒരുപക്ഷെ വൈകാരികമായ നൊമ്പരങ്ങളും വൈകാരികമായ പ്രതിസന്ധികളും വേദനകളിലൂടെയും യാത്ര ചെയ്യുമ്പോൾ ജീവിതം എത്ര ക്ഷണീകമാകുന്നു എന്ന് തിരിച്ചറിവോടുകൂടി ഈ പ്രത്യേക ധ്യാന ചിന്തയിൽ നമുക്ക് ദൈവസന്നിധിയിൽ ആയിരിക്കും. അപ്പോസ്തലനായ പൗലോസ് കൊലോസ്യർക്ക് ലേഖനം 3-ാം അധ്യായം 24-ാമത്തെ വാക്യം, നിങ്ങൾ ചെയ്യുന്നതൊക്കെയും മനുഷ്യർക്ക് എന്നത് പോലെയല്ല, അത് ദൈവത്തിന് വേണ്ടി ചെയ്യും, ഉദ്ദേശത്തോടുകൂടി സേവിക്കുക എന്നുള്ളതാണ് പ്രത്യേക നമ്മുടെ ധ്യാന ചിന്ത എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. നമ്മുടെ ജീവിതത്തിൽ ഒരുപക്ഷെ മാനുഷികമായ ജീവിത ബന്ധങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയും. അത് സൗഹൃദമായാലും ഒരുപക്ഷെ സ്നേഹബന്ധങ്ങളാകുന്നുവെങ്കിലും പ്രണയബന്ധങ്ങളാകുന്നുവെങ്കിലും എല്ലാറ്റിലും ഒരു ഉദ്ദേശം നമുക്ക് കാണുവാൻ കഴിയും. അതുകൊണ്ട് തന്നെ ആ ബന്ധങ്ങൾ പലപ്പോഴും അത് ഉലഞ്ഞു പോകുന്നു, ഉടഞ്ഞു പോകുന്നു, തകർന്നു പോകുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. എന്നാൽ ദൈവവുമായിട്ടുള്ള ബന്ധം എങ്ങനെ എന്നാകുന്നു അപ്പോസ്തലനായ പൗലോസ് നമ്മെ പഠിപ്പിക്കുന്നത്. ആ ബന്ധം ഒരു ഉദ്ദേശ ശുദ്ധിയുള്ള ഒരു നല്ല സേവനമായി കാണപ്പെടേണ്ടത് ഏറ്റവും ആവശ്യമാണ്. ഉദ്ദേശത്തോടുകൂടി ദൈവത്തെ സേവിക്കുക, സ്നേഹിക്കുക എന്നുള്ളതാണ് ഒരു ക്രൈസ്തവന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ഘടകമെന്ന് നാം തിരിച്ചറിയേണ്ടത് ഏറ്റവും ആവശ്യമാണ്. കർത്താവായ യേശുക്രിസ്തുവിനോടൊപ്പം യാത്ര ചെയ്ത ശിഷ്യന്മാരിൽ ഒരുവൻ യൂദയെക്കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഒരു ഉദ്ദേശത്തോടുകൂടി കർത്താവിനെ അനുധാവനം ചെയ്തവരാണ് യൂദ എന്ന് വചനങ്ങളിലൂടെ, തിരുവചനങ്ങളിലൂടെ നമുക്ക് കാണുവാൻ കഴിയും. കാരണം വെള്ളി നാണയങ്ങൾ ഈ യൂദയുടെ ജീവിതത്തിന്റെ ഉദ്ദേശങ്ങളാകുന്നു. ആ ഉദ്ദേശങ്ങളെ അനുഭവത്തിലാണ് അവൻ യേശുവിനെ അനുധാവനം ചെയ്യുകയും യേശുവിനെ സ്നേഹിക്കുകയും ചെയ്യുന്നത് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. പക്ഷേ ഒടുവിൽ ആ ഉദ്ദേശത്തോടു കൂടി സ്നേഹിച്ച ഈ യൂദയുടെ ജീവിതം അമ്പെ പരാജയമാകുന്നു എന്ന് വേദപുസ്തകങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. എന്നാൽ ഒരു ക്രൈസ്തവന്റെ ജീവിതം ഇത്തരത്തിലുള്ള മാനുഷികമായ ചിന്തകളിൽ ഉടലെടുക്കാതെ ദൈവവുമായി ചേർന്നിരിക്കുന്ന ഉദ്ദേശ ശുദ്ധിയുള്ള ഒരു ആത്മീയ ജീവിതം നയിക്കേണ്ടതാകുന്നു എന്ന് നാം തിരിച്ചറിയേണ്ടിയിരിക്കുകയാണ്. അതുകൊണ്ട് ഈ ധ്യാന നാളുകളിൽ ദൈവവുമായി ചേർന്നിരിക്കുവാൻ നാം ഒരുങ്ങുമ്പോൾ, കർത്താവിനോടൊപ്പം നാം ആയിരിക്കുമ്പോൾ, അവനെ അനുധാവനം ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ ഉദ്ദേശ ശുദ്ധിയുള്ള ഒരു നല്ല ജീവിതം നയിക്കുവാൻ ദൈവം നമ്മെ അവിടെ നിന്ന് സഹായിക്കുവാൻ നമുക്ക് പ്രാർത്ഥനയോടുകൂടി കാണപ്പെടാം. ഏത് ബന്ധങ്ങളെക്കാൾ അപ്പുറമായി ദൈവബന്ധങ്ങളിൽ നല്ല ഉദ്ദേശ ശുദ്ധിയുള്ളവരായി ഉദ്ദേശത്തോടു കൂടി തന്നെ ഒരുപക്ഷെ ജീവിതത്തിന്റെ മറ്റ് മേഖലകളിൽ ഒരു നല്ല അനുഭവം ദൈവത്തിൽ നിന്ന് ലഭ്യമാകുവാൻ, ജീവിതം ഏറ്റവും മെച്ചകരമായി തീരുവാൻ, ജീവിതം ഏറ്റവും സന്തോഷകരമായി തീരുവാൻ നമ്മുടെ ഉദ്ദേശ ശുദ്ധിയോടുള്ള ദൈവ സേവനത്തെ, ദൈവത്തെ സ്നേഹിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കരുത്താകുന്നു എന്ന് നാം തിരിച്ചറിയേണ്ടിയിരിക്കണം. അതുകൊണ്ട് ഈ ധ്യാന ചിന്തയുടെ നാളുകളിൽ ദൈവവുമായി ചേർന്നിരിക്കുവാൻ, പ്രത്യേകിച്ച് ഈ പ്രത്യേക ദിവസങ്ങളിൽ ഒരു സമർപ്പണത്തിന്റെ, ജീവിത പരിശോധനയുടെ, വിചിന്തനത്തിന്റെ നല്ല അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ഈ വചനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അത് കരുത്താകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഞാൻ എൻ്റെ ചിന്തകൾ നിർത്തുന്നു. ദൈവം ധാരാളമായി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.